ഹായ് ഹലോ നമസ്തേ കപ്പിൾസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളെ പരിപാടി എന്താണ്? നമ്മളെ നമ്മുടെ ഫാൻസ് വല്ല ട്രിബ്യൂട്ട് മ്യൂസിക് ഇറങ്ങിയിട്ടുണ്ടല്ലോ, ആരാട്ടന് മമ്മൂക്കയ്ക്ക് അങ്ങനെ പലർക്കും ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് കേട്ടു നോക്കാം, ഏതൊക്കെയാണ് ആർക്കൊക്കെയാണെന്ന് അല്ലേ. ചിരി വരുന്നതുണ്ട്, ചിരി വരാത്ത നല്ലതുണ്ട്. ആദ്യം ലാലേട്ടൻ്റെയാണ് സിംഗപ്പൂരി എന്ന് പറയുന്നത്. അത് മോഹൻലാൽ ഫാൻസ് ക്ലബ് ഒഫീഷ്യലി ഇട്ടേക്കുന്നതാണ്. ഫുള്ള് കേട്ടാൽ ചിലപ്പോൾ കോപ്പറേറ്റ് വരും, സമയം കാണൂല. അപ്പൊ നോക്കാം എന്താണെന്ന്. കൊള്ളാല്ലേ? ഫാൻസ് ഒഫീഷ്യൽ ഇറക്കിയിരിക്കുന്ന അതിന്റെ ക്വാളിറ്റി ഉണ്ടോ? അവര് അത്യാവശ്യം ക്യാഷ് ഒക്കെ ഇറങ്ങി അത് തന്നെ. നല്ല എന്താണ് വരികളൊക്കെ കൊള്ളാം, അങ്ങനെയൊക്കെ. വലിയ കുഴപ്പമില്ല, കൊള്ളാം. ഈ ലാലേട്ടന്റെ ഏറെക്കുറെ എല്ലാം നല്ലതാണ്. അത്യാവശ്യം സിനിമയിലൊക്കെ ഉള്ളതുണ്ടല്ലോ. ചങ്കിനകത്ത് ലാലേട്ടം ഉണ്ട്, പിന്നെ ചങ്കല്ല ചങ്കെടുപ്പാണ്. അത് കോപ്പറേറ്റ് അല്ലല്ലോ കിട്ടും. ഈ സി കേരള എന്തോ ആണ് ഇട്ടേക്കുന്നത്, അപ്പൊ കോപ്പറേറ്റ് വരും കിട്ടാ. ഇതാണ് സാധനം. ചങ്കൽ ചങ്കല്ല ചങ്കെടുപ്പാണ്. മറ്റേ നെഞ്ചിനകത്ത് ലാലേട്ട, അത് മറ്റേ സിനിമയില. പിന്നെ ഇത് നേരത്തെ പറഞ്ഞ സോങ്, ഇത് മൂന്നും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നല്ല സോങ് ആണ്. ഇത് മോശമൊന്നുമില്ല, മോശം പറയാനൊന്നുമില്ല. ഇനി നമുക്ക് അടുത്ത മമ്മൂസ്. അത് ഫാൻസ് ഒഫീഷ്യൽ ഇറങ്ങിയേക്കണല്ലോ. അത് 12 വർഷം മുമ്പ് ഇറങ്ങിയേക്കുന്ന സോങ് ആണ്. നമുക്ക് കുറച്ചൊക്കെ നൊസ്റ്റാൾജിയ അടിക്കും ചിലപ്പോ, അല്ലേ? അങ്ങനെ കളിയാക്കിയൊന്നും വേണ്ടേ. Hey, let's sing a song about Mamuka. Yeah, let's go. Mamuka's acting, fear energy. Hey, please stop. അവനവിടെ പോയി പോടാ. അത് മറ്റേ സീനിന്ന് എടുത്തേ. വളരെ യാദർച്ഛികമായി നമ്മളത് അറിഞ്ഞു. മമ്മൂസ് എന്നാണ് വിക്രമത്തിന്റെ ടൂണ് കോപ്പടിച്ചത്. കേട്ടോണ്ടെങ്കിൽ അതെ എനിക്ക് കോപ്പി അടിച്ചതാണ്. ഗോപി സുന്ദറിനെ പലതും പറയണം, ഗോപി സുന്ദറിനെ പലതും പറയണം. ഇതിന്നൊക്കെ കോപ്പി അടിച്ചെന്ന് പറഞ്ഞ പറയാൻ പറ്റില്ല. അവര് ഇതിന്നൊക്കെ എനിക്ക് ടൂണാണ്, അവർക്ക് ടൂൺ കിട്ടിയാ പോലെ. പക്ഷേ മമ്മൂക്ക ഫാൻസിന് ഇപ്പം നമ്മുടെ അഹാന ഇറക്കിയിട്ടുള്ളൊരു പാട്ടുണ്ടായിരുന്നു. അത് നാൻസി റാണി എന്ന് പറയുന്ന ഒരു സിനിമയുടെ പാട്ടാണ്. പക്ഷെ ഇതിന്റെ ഡയറക്ടർ മരിച്ചുപോയി, സിനിമ ഇറങ്ങിയില്ല. ഡയറക്ടറിന്റെ ഭാര്യയാണ് ബാക്കി കംപ്ലീറ്റ് ആക്കിയത്. വേണ്ട, ഇത് സിനിമയാണ്. ഇത് സോണി മ്യൂസിക് ഇട്ടേക്കണത്. കോപ്പറേറ്റ് വരും. അതും കൊള്ളാം. ഇത് നല്ല അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി ഫാൻസിന്റെ ആ ഒരു പാട്ട് മാത്രമാണ് എനിക്ക് മോശമായിട്ട് തോന്നി. ബാക്കി ഏറെക്കുറെ അങ്ങനെ കിടിലോ എന്ന് പറയാനുള്ളത് ഇതേ ഉള്ളൂ. പിന്നെ വേറെ ഒന്നും കൂടെ പിന്നെ അടുത്ത നമുക്ക് അടുത്ത ആരും ദിലീപ് വേണ്ടോ? ദിലീപ് വേണ്ടാണത്. ഒരു പഞ്ചാബി സ്റ്റൈൽ. ഓ
ഒരു ഫാൻസ് ഇറക്കിയിരിക്കുന്ന പാട്ടെന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം ഭയങ്കര പൈസ ഒന്നും ഇറക്കിയിട്ടുള്ള ഇതല്ല. അല്ല, അവരൊരു ഇഷ്ടത്തിന് ചെയ്തേക്കുന്നവരുണ്ട്. കൊള്ളാം. ഇതില് സംഗതി ദിലീപേട്ടനാണെങ്കിൽ കൂടുതൽ പഞ്ചാബ് സ്റ്റൈലാണ് പല്ലേ അങ്ങനെ 4 വർഷം മുമ്പ് ഇറങ്ങിയാണ്. അപ്പൊ 2021 ഇറങ്ങിയാണ്. കൊള്ളാം, കുഴപ്പമില്ല. അടുത്ത ഉണ്ട് ഇനി വേറെ ആരുണ്ട്? ദുൽഖറിന്റെ ലാസ്റ്റ് പൃഥ്വിരാജ് നമ്മൾ വെയിറ്റ് ചെയ്യണം. ദുൽഖറിന്റെ എല്ലാം ഈ പഞ്ചാബ് സ്റ്റൈലില് പാൻ ഇന്ത്യ സ്റ്റാർ ആയോണ്ടായിരിക്കും പഞ്ചാബ് സ്റ്റൈലില്. മാപ്പിള പാട്ടുള്ളൂ. കമന്റ് ബോക്സ് ഓഫ് ആണ്. അന്റെ കമന്റ് വായിക്കാൻ പറ്റൂല. ഇത് ലൈറ്റ് ഉണ്ട് റൊമാൻസ് ഒരു പുല്ല്. ഇതില് കമന്റ് ഇല്ല. ബോക്സ് ഓഫ് ആണ്. കമന്റ് നോക്ക്. രോമങ്ങൾ എഴുന്നേറ്റ് നിന്നും ഡിസ്കോ കളിക്കും. കുഴപ്പമില്ല, പാട്ട് പാടി വന്നു. നിവിൻ പോളി ഫാൻസ് അല്ല, നിവിൻ പോളി ഫാൻസ് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം അത് ഫുള്ള് ഒരു ഫീൽ ഗുഡ് അതിനകത്താണ് പിടിച്ചേക്കുന്നത്. അത് അവൻ പാടിയിട്ടുണ്ടോ അത്യാവശ്യം? കൊള്ളാം. അടുത്ത നമുക്ക് പൃഥ്വിരാജ്. ഒരുപാട് കാര്യങ്ങൾ പറയാം. അത് ഒരു സമയത്ത് 2021-20 സമയത്ത് പാട്ട് കേൾക്കുമ്പോഴേ നിങ്ങൾ ആ വൈബിലോട്ട് എത്തും. അതാണ് ഇതിന്റെ പ്രത്യേകത. അതെ, ഇത് രാത്രി നല്ല ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് കേൾക്കണം. കണ്ണടച്ച് ഇടണമെന്നില്ല, പാടാടാ, ഇടണമെന്നില്ല. പോടാ ചന്ദ്രൻ മറ്റേ അയ്യപ്പന് കോശി സമയത്തൊക്കെയാണ്. ഓ, ആ ഒരു കേട്ടോ, ആരാത് കളിക്കാത്തത്? ഇതാണ് കമന്റ് ബോക്സ് നോക്കാം. ഓക്കെ, ഇപ്പോഴും ലൈവായിട്ടിരിക്കണേ. ഏറ്റവും അവസാനത്തെ കമന്റ് 21 മണിക്കൂർ മുമ്പാണ്. അപ്പൊ ഇപ്പോഴും ആൾക്കാർ സെർച്ച് ചെയ്ത് കാണണം എന്നുള്ളതാണ്. നമ്മള് കാണാനില്ല. അത് തന്നെ. അവിടെ കമന്റ് എന്തിനായിരുന്നു? ഫിലിപ്പിന്റെ അതാണ് കമന്റ്. എന്ത് കേൾക്കുന്നവരുണ്ടോ? 5 വർഷം കൂടിയാണ്. പിന്നല്ല, ഒരു ദിവസം ഫുള്ളി പാട്ടായിട്ട് പാടിക്കൊണ്ടിരുന്നു. ഇവർ നല്ലവരെ പാടിയിട്ടുണ്ട്, നല്ല നാഞ്ചമ്മയെ കൊണ്ട് പാടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് FFCയിലൊക്കെ വന്നതിന് ശേഷം ഇത് വേറെ കളിയൊക്കെ വേണ്ടി കാണുന്നവർക്ക് വരെ ഇത് പിന്നീട് അഡിക്റ്റ് ആയി പാട്ട്. ആരായാലും ഈ പാട്ട് കേട്ടോ.
ഞാൻ ഈ കോളേജ് സമയത്തൊക്കെ കംപ്ലീറ്റ് ഈ ഒരു പാട്ടായിരുന്നു ഈ ഒരു ട്രെൻഡിങ് ആയ സമയത്ത് എല്ലാവരും പാടിക്കൊണ്ടാണ്. നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ടെൻഷനോ കാര്യങ്ങളോ ഉണ്ട് ഈ പാട്ട് വിളിയുണ്ട്. അഞ്ചന്മാര് സൂപ്പറാണ് കഴിച്ചു പറയാൻ നമുക്കൊന്നും. ആരെന്ത് ഇതൊക്കെ കുറെ അഞ്ചിയമ്മ ലാസ്റ്റ് ഇല്ലല്ലോ. അതാണ് ഇത് ഹൈലൈറ്റ് സാധനം. നമ്മള് ഫാൻസിനെ കളിയാക്കാനും അങ്ങനെ ഒരു ഇതാക്കാനും പറഞ്ഞല്ലോ. ഇപ്പൊ ഇതില് നല്ല അവര് എനിക്ക് ആ ഒരു കൊള്ളൂലെന്ന് തോന്നിയിട്ട് മറ്റേ മമ്മൂക്കേടാ മമ്മൂസ് അതെ അത് 12 വർഷം മുമ്പ് ഇറങ്ങിയതാ. പിന്നെ അതുപോലെ എനിക്ക് ദുൽഖറിന്റെ എത്ര ഒരു ഇത് അവരെ ഇത് കൊള്ളായിരുന്നു. പഠിച്ചിട്ടൊന്നും ഇല്ലാതെ അവര് ഫാൻസ്. പക്ഷെ അവരെ വരികള് റൊമാൻറ്റിക് ശരിയാണ്. ഒന്നും കൊമ്പ ഇത് തന്നെ. എന്തായാലും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സോങ് ആണ്. വളരെയേറെ ചിരിച്ചു. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അതോടുകൂടി തീരും. അപ്പൊ എന്താണ് ഇത്തരത്തിലുള്ള ഒരു ഏതെങ്കിലും പുതിയ ഫാൻസ് പാട്ടുകളുണ്ടെങ്കിൽ കമന്റ് ചെയ്യാ. നിങ്ങൾ കേട്ടിട്ടുള്ളത് ഇത്രയും വൈബുള്ള സോങ്. ഓക്കെ, അപ്പോ എന്താണ് കൂടുതൽ വിശേഷങ്ങളായി നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. വിശേഷങ്ങൾ അറിയിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അൻറ്റിൽ ദെൻ ലൈക്ക്.